നന്ദു, വളരെ പെട്ടെന്ന് ഈ ഉമർ ഖാലിദിനെയൊക്കെ ഇങ്ങനെ വെള്ളപൂശുന്ന ഈ സമീപനത്തെ എന്താണ് വിളിക്കേണ്ടത്? വളരെ ചുരുക്കിയ കാര്യത്തിൽ ഒന്ന് പറഞ്ഞു. അതിന് മുൻപ് ഞാൻ ഉമർ ഖാലിദിന്റെ വിഷയത്തിലേക്ക് വരാം. അതിന് മുൻപ് ആദ്യം നമ്മൾ ഇത് പറയുമ്പോൾ ഇവർ ആദ്യത്തെ ഘട്ടത്തിൽ ആഷുമരിയിൽ പറയുമ്പോൾ ചില കാര്യങ്ങളുണ്ട്. സ്വാതന്ത്ര്യ സമരം ഞാൻ പറഞ്ഞു, ആപത്ത് 15 എന്ന് ഓഗസ്റ്റ് 15 വിളിച്ചവരാണ് ഇടതുപക്ഷക്കാർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ രാജ്യത്തെ 17 or 18 കഷ്ണങ്ങളായി മുറിക്കണം എന്ന് പറഞ്ഞവരാണ് ഇടതുപക്ഷക്കാർ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെല്ലാം തെറ്റാണ്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ഉള്ള പറഞ്ഞ് വലിയ ഡിബേറ്റ് നടത്തി. എന്നിട്ട് പിന്നെ അദ്ദേഹം ഈ സ്ഥിരം ക്ലീഷേ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന കുറേ കഥകൾ ഇങ്ങനെ എടുത്തു വച്ചിട്ട് മാപ്പ്. ഇപ്പോൾ ഈ ഡാങ്കെയൊക്കെ ഇപ്പോൾ ഇടതുപക്ഷം തള്ളിക്കളഞ്ഞ ആളുകളാണോ? പൊതുമാപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച ഡാങ്കെ അടക്കമുള്ള ആളുകൾ. മോത്തിലാൽ നെഹ്റുവിൻ്റെ ലെറ്ററുകളെക്കുറിച്ച് ഉള്ള പരാമർശങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഇതിനെയൊക്കെ ഞാൻ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുന്നു. ഇത്തരം ഒട്ടേറെ കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ സമൂഹത്തിനകത്ത്. ഇതിനെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് തയ്യാറാവാം. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് INL എന്ന പാർട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ രൂപീകൃതമായ സംഘടനയല്ല. INL എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് പിളർന്നു വന്ന ഒരു കൂട്ടം ആളുകളുടെ പ്രസ്ഥാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥി എന്നുള്ളതിൽ ഞാൻ അതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ആ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ കൃത്യമായി താങ്കൾക്ക് എതിർക്കാം. ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ സംഘടന ഇന്ത്യയുടെ വിഭജന ഘട്ടത്തിൽ ആർക്കൊപ്പമായിരുന്നു? അത് താങ്കൾക്ക് പറയാമോ? അപ്പോൾ താങ്കൾ ഏത് രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നു, താങ്കൾ ഏത് രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ്, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താവാണ് എന്ന ബോധ്യത്തിലൂടെ വേണം ഞങ്ങൾക്കൊക്കെ നേരെ കൈ ചൂണ്ടാൻ. അപ്പോൾ താങ്കൾ ആദ്യം അത് മനസ്സിലാക്കും. പിന്നെ രണ്ടാമത് താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള രാജ്യദ്രോഹികൾ വന്നാൽ അത് തടയേണ്ട ബാധ്യത സർക്കാരിനാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഇതെൻ്റെ രാഷ്ട്രമാണോ എന്ന ചിന്തയിൽ നിന്നുണ്ടാവുന്നതാണ്. ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത്, ശ്രീ പണ്ഡിറ്റ് നെഹ്റു അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ, റിപ്പബ്ലിക് ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യയുടെ പട്ടാളക്കാർക്കൊപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരു ഗണവേശ സഞ്ചലന് അവസരം തന്നത് എന്തുകൊണ്ടാണെന്ന് താങ്കൾക്കറിയോ? അതായത് ഇന്ത്യൻ പട്ടാളത്തിന് ഒരു ആവശ്യം വന്നപ്പോൾ, അല്ലെങ്കിൽ രാജ്യത്തിനൊരു ആവശ്യം വന്നപ്പോൾ RSSൻ്റെ പ്രവർത്തകന്മാർ അവരുടെ ജീവൻ പണയം വെച്ച് ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു ഉപകാര സ്മരണ എന്നുള്ള നിലയിലാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന റെജിന സുണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവർക്ക് അത് നിഷേധിക്കാൻ സാധിക്കില്ല. അപ്പോൾ അന്ന് ഇന്ത്യയുടെ സൈന്യത്തോടൊപ്പം RSSൻ്റെ പ്രവർത്തകന്മാരെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുപ്പിച്ചത് ഇന്ത്യ മഹാരാജ്യത്തിനൊരു ആപത്ത് വന്നാൽ സൈന്യം കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംഘടന അത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനായിട്ടുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിക്ക് കൃത്യമായ ബോധ്യമുണ്ടായതുകൊണ്ടാണ്. ഇത് ഒന്നാമത്തെ കാര്യം. അപ്പം നിങ്ങൾ ഞങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഇറങ്ങിയാൽ ഞങ്ങൾ നിങ്ങളെ എങ്ങനെ മറുപടി പറയണം എന്നുള്ളത് താങ്കൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ട് കാണും. ഇനി താങ്കൾ പറഞ്ഞ ഉമർ ഖാലിദ്, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, വെള്ളരിപ്രാവിൻ്റെ മനസ്സാണ്. കാരണം അദ്ദേഹമാണ് 2016 JNU ക്യാമ്പസിനകത്ത് ഭാരത് തേരെ തുക്കടേ ഹോങ്കെ ഇൻഷാ അല്ലാ എന്ന മുദ്രാവാക്യം വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന ക്യാമ്പസിനകത്ത് അഫ്സൽ ഹം ഷർമിന്ദ ഹേ തേരെ ഖാത്തിൽ സിന്ദാ ഹേ എന്ന മുദ്രാവാക്യം വിളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് വെള്ളരിപ്രാവിൻ്റെ മനസ്സല്ലേ? കാരണം ഭാരത്തെ കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റണം, ഇൻഷാ അല്ലാ എന്ന മുദ്രാവാക്യം വിളിച്ച ഉമർ ഖാലിദ് പാവല്ലേ? അഫ്സൽ ഹം ഷർമിന്ദ ഹേ തേരെ ഖാത്തിൽ സിന്ദാ ഹേ ആരാണ്? സുപ്രീം കോടതിയുടെ ജഡ്ജാണ്. സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞതിനനുസരിച്ചിട്ടാണ് രാജ്യം വധശിക്ഷയ്ക്ക് വിധിച്ചത്. അപ്പോൾ നിങ്ങളെ കൊന്ന ആളിനോട് ഞങ്ങൾ നാണക്കേടുന്നു. പിന്നെ എത്ര അഫ്സലിനെ നിങ്ങൾ കൊല്ലുമോ, ഓരോ വീടുകളിൽ നിന്നും അഫ്സൽമാർ ഇറങ്ങും എന്ന് വിളിച്ച DSU എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ ഭീകരവാദ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണ് ഉമർ ഖാലിദ്. ആ ഉമർ ഖാലിദിനെ ഞാൻ ഈ ചർച്ചയുടെ ആദ്യം തന്നെ കോട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളിനെ നിങ്ങൾ വെള്ളരിപ്രാവിൻ്റെ മനസ്സാണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രമാണ് ആദ്യം. ഇതിനെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾക്ക് രാഷ്ട്രീയം വരുന്നുള്ളൂ. രാഷ്ട്രത്തിനെ ബാധിക്കുന്ന ഏതൊരു വിഷയവും, അത് മതത്തിനോ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതി സമുദായത്തിനോ, ഇതിനെല്ലാം അപ്പുറത്ത് രാഷ്ട്രമുണ്ടെങ്കിൽ മാത്രമേ ഞാനും താങ്കളും ഉള്ളൂ എന്ന ബോധ്യത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടെ സംഘടന. അപ്പോൾ സ്വാഭാവികമായും അത്തരം വിഷയത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ടാവും. അതുകൊണ്ട് താങ്കൾ വന്നിരുന്നൊരു പൊതു ചർച്ചയ്ക്കകത്ത് ഉമർ ഖാലിദിനെ പോലെയുള്ള ഇത്തരം ആളുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ താങ്കളുടെ ഉള്ളിലെ രാഷ്ട്രീയത്തെ കുറിച്ച് ചോദ്യം ചെയ്യേണ്ടി വരും. ഇനി ഞാൻ ഒറ്റ കാര്യം കൂടി രജനോട് ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. താങ്കൾ ചോദിച്ചു മറുപടി പറഞ്ഞില്ല. ജാർഖണ്ഡിലെ, പഞ്ചാബിലെ, കർണാടകയിലെ, കേരളത്തിലെ ഇത്തരം വിദ്യാർത്ഥികൾ നടത്തുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ ഒന്നും കാണാൻ കണ്ണില്ലാത്ത രാഹുൽ ഗാന്ധിക്ക്, സെലക്റ്റീവായി മാത്രം രാഷ്ട്രീയത്തെ കാണുന്ന രാഹുൽ ഗാന്ധിക്ക് രജന സുണ്ണിത്താൻ്റെ യുവജന സ്നേഹവും രജന സുണ്ണിത്താൻ്റെ വിദ്യാർത്ഥി സ്നേഹവും കേരളത്തിലും അതുപോലെ തന്നെ കർണാടകയിലും പഞ്ചാബിലും ജാർഖണ്ഡിലും ഒന്നും
നടമാടാതെ വരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ യുവത്വം നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, അത് നിങ്ങൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ യുവജന വഞ്ചകരാണ്, നിങ്ങൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ യുവജനങ്ങളെ വഞ്ചിച്ച് ഒറ്റിക്കൊടുത്തവരാണ്, അത് നിങ്ങളുടെ നെറ്റിയിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ.